ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു കാച്ചെണ്ണയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്നതിനും മുടിക്ക് കറുപ്പ് നിറം നൽകുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു കാച്ചെണ്ണയാണ് കരിഞ്ജീരകം എണ്ണ എന്ന് പറയണത്. ഞാൻ സാധാരണയായിട്ട് നമ്മുടെ കയ്യൂന്നി അല്ലെങ്കിൽ കഞ്ഞുണ്ണി എന്നൊക്കെ പറയണ നമ്മുടെ ഭൃംഗരാജ് ഉണ്ടല്ലോ, ആ എണ്ണയാണ് ഞാൻ കാച്ചിയിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ ചില സമയത്ത് കാച്ചെണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് അതിനുപയോഗിക്കുന്ന സാധനങ്ങൾ കിട്ടാണ്ട് വരുമ്പോൾ ആ സമയത്ത് ഏതൊക്കെ സാധനങ്ങളാണോ ലഭ്യമായിട്ടുള്ളത് അത് വെച്ചിട്ട് ഞാൻ കാച്ചെണ്ണ റെഡിയാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന കഞ്ഞുണ്ണി വെളിച്ചെണ്ണ തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് കരിഞ്ജീരകം എണ്ണ കാച്ചാമെന്ന് വിചാരിച്ചു. അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കരിഞ്ജീരകം എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കരിഞ്ജീരകം നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച്, നല്ല വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് നമുക്ക് കുതിരാനായിട്ട് വെക്കാം. ഈ സമയത്ത് ഞാനിവിടെ ഇതുപോലെ ഒരു അലോവേറ അല്ലെങ്കിൽ കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ മഞ്ഞ കളറുള്ള ഇത് പോവാനായിട്ട് നന്നായിട്ടൊന്ന് ഒരു ഭാഗത്ത് ചാരി വയ്ക്കുക. അപ്പോൾ അതിൽ നിന്ന് ആ മഞ്ഞ ജെല്ലുണ്ടല്ലോ, ആ ദ്രാവകം, അത് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്കൊന്നും കൂടി കഴുകിയിട്ട് നമുക്കിതിൻ്റെ അരുകിലുള്ള മുള്ളൊക്കെ കളഞ്ഞിട്ടാണ് നമുക്ക് ഈ കറ്റാർവാഴ എടുക്കേണ്ടത്. അപ്പോൾ കറ്റാർവാഴ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മഞ്ഞ നിറത്തിലുള്ള ആ ദ്രാവകം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ, കഴുകി കളഞ്ഞിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ചൊറിച്ചിലൊക്കെ വരും. ഇനി ഞാനിവിടെ ഒരു പിടി കരിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 10-15 ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തുളസി ഇല എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചാൻ എടുക്കുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ തുളസി ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ചെമ്പരത്തിപ്പൂവ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള കരിഞ്ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം മാറ്റിയിട്ട് നമ്മൾ കരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം, ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കരിഞ്ജീരകം കുതിർത്തിയിട്ടുള്ള വെള്ളം എന്തായാലും നമ്മൾ കാച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതിന് ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് അത് നമ്മൾ കളയില്ല. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള, ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള അലോവേറ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം നല്ല പേസ്റ്റ് പോലെ അരയണം എന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടി കെട്ടിയുള്ള പാത്രം എടുക്കണം എണ്ണ കാച്ചാനായിട്ട്. ഇരുമ്പിൻ്റെ പാത്രമാണെങ്കിൽ നന്നായിരിക്കും. ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ വെളിച്ചെണ്ണ, അതായത് ആട്ടിയ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിത് ആട്ടണ മില്ലിൽ നിന്ന് മേടിച്ചിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അത് ഞാൻ 1/2 ലിറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ട് കൂട്ടുണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഞാനിവിടെ ഒരു 10-15 മണി കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് ചേർക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതേപോലെ കാച്ചിയ എണ്ണ തേക്കുമ്പോൾ ജലദോഷമോ തുമ്മലോ ഒക്കെ വരാണ്ടിരിക്കാനാണ് നമ്മളിത് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഈ കൂട്ടുകളൊക്കെ നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരണം. അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള കരിവേപ്പിലൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് ആയി കിട്ടണം. അപ്പോൾ വെളിച്ചെണ്ണ മുറുക്കിയെടുക്കുമ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ പാത്രമൊക്കെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ നല്ല അടികട്ടിയുള്ള പാത്രത്തിൽ വേണം ഇത് കാച്ചിയെടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ കൂട്ട് ഒന്നൊരു കുഴകുഴപ്പ് പോലെയാണ് ഇരിക്കണത്. നമ്മുടെ മൂപ്പായി വരുമ്പോൾ, എണ്ണയുടെ മൂപ്പായി വരുമ്പോൾ അത് നല്ല തരിതരിപ്പായിട്ട് വരും. നല്ല കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ പൊടി പൊടിയായിട്ട് വരും. അതുവരെ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതുപോലെ ക്രഷ് ചെയ്തിടുമ്പോൾ നമുക്ക് അതിൻ്റെ ഇപ്പോൾ കരിവേപ്പില ആയാലും ഒക്കെ മൂക്കണത് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാനായിട്ടും തിരിച്ചറിയാനായിട്ടും സാധിക്കും. ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ ക്രഷ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ മൂപ്പ് അറിയാൻ പറ്റും. അരച്ചിട്ട് ഇടുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ചിലവർക്ക് അറിയണമെന്നില്ല. ഞാനിത് രണ്ട് ഇതിലും ചെയ്യണ ആളാണ്. ആദ്യമായിട്ട് വെളിച്ചെണ്ണ മുറുക്കണവരൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ മൂപ്പൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ്. ഈ കരിഞ്ചീരകം എന്ന് പറയണത് മുടിക്ക് നല്ല ബലം കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും അകാല നര ഒഴിവാക്കാനും ഒക്കെ സഹായിക്കണ ഒന്നാണ്. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇതേപോലെ എണ്ണ ഇളക്കി കൊടുത്ത് തുടങ്ങിയിട്ട്. ഇപ്പോൾ നോക്കുമ്പോൾ കാണാം നമ്മുടെ കരിവേപ്പിലയൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടില്ലെങ്കിലും ഒന്നായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി ആയാലും ഒക്കെ ഒന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് കുറച്ച് അതിൻ്റെ പിശടുണ്ടല്ലോ അതെടുത്തിട്ട് ചണ്ടി ഉണ്ടല്ലോ അത് കുറച്ച് എടുത്തിട്ട് നമുക്കിതൊന്ന് കൈകൊണ്ടൊന്ന് നോക്കുക. അപ്പോൾ പൊട്ടുന്നുണ്ടെങ്കിലും നല്ലൊരു ക്രിസ്പി ആയിട്ടില്ല ഇപ്പോൾ ഈ സമയത്ത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടിയും ഒരു 5 മിനിറ്റും കൂടിയും മതി ഇത് നന്നായിട്ട് മൂത്ത് വരാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ എണ്ണ ആയി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ എണ്ണയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ എപ്പോൾ വേണമെങ്കിൽ എണ്ണ അവിടെ റെഡിയായി വരും. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചെറുള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇതിൻ്റെ ചണ്ടിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് ഒന്നും കൂടിയും അതായി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് എണ്ണ എടുത്തിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കണം ഒരു പാത്രത്തിലേക്ക്. അത് ഞാനൊരു സ്ട്രെയിനറിൽ ഒരു തുണി വെച്ചിട്ടാണ് സ്ട്രെയിൻ ചെയ്തെടുക്കണത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുക്കാൻ ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് തുണിയിൽ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അതിലൊരു നല്ല ക്ലീൻ ആയിട്ടുള്ള തുണി വെച്ച് കൊടുത്തിട്ട് ഈ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഇത് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല. ഇത് ചൂടാറി വരുമ്പോൾ നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അതിലുള്ള എണ്ണയൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ എണ്ണ ഇവിടെ ചൂടാറി വന്നപ്പോൾ അതൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കരിഞ്ചീരകം എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ നല്ല ക്ലീനായിട്ടുള്ള വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് കുറച്ച് പച്ചക്കർപ്പൂരം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചക്കർപ്പൂരം ചേർക്കുമ്പോൾ നമ്മുടെ എണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് കുറച്ച് അഞ്ചനക്കല്ല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ കറുത്തിട്ട് ചെറിയ ചെറിയ തരി പോലെ കാണുന്നതാണ്. അത് ഞാൻ പൊടിച്ചിട്ടുള്ളതാണ്. അതാണ് അഞ്ചനക്കല്ല് എന്ന് പറയണത്. ഇത് നമ്മുടെ മുടി കറുപ്പിക്കുന്നതിനും അകാല നര തടയുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇത് നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുടി കൊഴിച്ചിൽ മാറുന്നതിനും മുടി വളർച്ചയ്ക്കും അകാല നര തടയുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഈ കരിഞ്ചീരകം എണ്ണ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.